2009 പുറത്തിറങ്ങിയ ഒരു ആക്ഷൻ ത്രില്ലർ മൂവിയാണ് ബ്ലഡ് ആൻഡ് ബോൺ. ബ്ലഡ് ആൻഡ് ബോണിനെ പറ്റിയാണ് ഇന്ന് നമ്മൾ ഉള്ളടക്കത്തിലൂടെ കേൾക്കാൻ പോകുന്നത്. കഥ ആരംഭിക്കുന്നത് ബോൺ എന്ന ചെറുപ്പക്കാരനിലൂടെയാണ്. ബോൺ ഒരു മുൻ പട്ടാളക്കാരനും അതുപോലെ തന്നെ മാർഷൽ ആർട്സിൽ നല്ല കഴിവുള്ള വ്യക്തിയുമാണ്. എന്നാൽ ബോൺ ഇപ്പോൾ ഒരു ജയിൽ അന്തേവാസിയാണ്. ജയിലിൽ കഴിയുന്ന ബോണിന്റെ അടുത്തേക്ക് ഒരു കൂട്ടം പ്രശ്നക്കാരായ ആളുകൾ എത്തുകയാണ്. ഒരു പോലീസ് ഉദ്യോഗസ്ഥന്റെ സഹായത്തോടെയാണ് അവർ ബോണിലേക്ക് എത്തുന്നത്. അവരുടെ ലക്ഷ്യം ബോണിനെ കീഴ്പ്പെടുത്തുക എന്നതായിരുന്നു. പിന്നെ പറയണ്ടല്ലോ, ബോണും അക്രമികളും തമ്മിൽ മികച്ച ഒരു ഫൈറ്റ് തന്നെ അവിടെ ഉണ്ടായി. അക്രമികൾക്ക് ബോണിന് മുമ്പിൽ പിടിച്ചു നിൽക്കാനായില്ല. പിന്നീട് കുറച്ചു നാളുകൾക്ക് ശേഷം ബോൺ ജയിൽ മോചിതനാവുകയാണ്. ജയിൽ മോചിതനായതിനു ശേഷം ബോൺ ലോസ് ആഞ്ചലസിലേക്ക് എത്തിച്ചേരുന്നു. അവിടെ ടമാര എന്നൊരു സ്ത്രീയുടെ അപ്പാർട്ട്മെന്റ് റെന്റിനെടുത്ത് അവിടെ താമസം തുടങ്ങുകയാണ് ബോൺ. ബോണിന് ടമാരയുടെ അപ്പാർട്ട്മെന്റിൽ താമസിക്കണമെങ്കിൽ അപ്പാർട്ട്മെന്റിലെ നിയമങ്ങൾ അനുസരിക്കണമെന്ന് ടമാര ബോണിനോട് ആവശ്യപ്പെടുന്നു. അപ്പാർട്ട്മെന്റിലേക്ക് ആവശ്യമില്ലാത്ത പ്രശ്നങ്ങൾ കൊണ്ടുവന്നേക്കരുത്. ഇങ്ങനെ അപ്പാർട്ട്മെന്റിലെ ഓരോ നിയമങ്ങളും ടമാര ബോണിന് വിശദമാക്കി കൊടുക്കുന്നു. അടുത്തതായിട്ട് ജെയിംസ് എന്നു പേരുള്ള ഒരു മാഫിയ തലവനെ നമ്മൾ പരിചയപ്പെടുന്നു. ജെയിംസിന്റെ മേൽനോട്ടത്തിൽ അവിടെ ഒരു അണ്ടർഗ്രൗണ്ട് ഫൈറ്റിംഗ് അറീന നടക്കുന്നുണ്ടായിരുന്നു. ജെയിംസിന്റെ പക്കൽ ഹാമർമാൻ എന്നു പേരുള്ള ഒരു കരുത്തനായ ഫൈറ്റർ ഉണ്ട്. അണ്ടർഗ്രൗണ്ട് ഫൈറ്റിംഗ് അറീനയിലെ ഒരു ലോക്കൽ ചാമ്പ്യൻ ആയിരുന്നു ഹാമർമാൻ. ഇതുവരെ ഫൈറ്റിംഗ് അറീനയിൽ ഹാമർമാനെ ആർക്കും തോൽപ്പിക്കാൻ കഴിഞ്ഞിട്ടില്ല. ഫൈറ്റിംഗ് അറീനയിൽ പിൻബോൾ എന്നു പേരുള്ള ഒരു ഫൈറ്റ് പ്രൊമോട്ടർ ഉണ്ടായിരുന്നു. പിൻബോളിന്റെ ഫൈറ്ററുമായിട്ടാണ് അന്നേ ദിവസം ഹാമർമാൻ കൊമ്പ് കോർക്കേണ്ടത്. അധികം വൈകാതെ തന്നെ അവർ തമ്മിലുള്ള ഫൈറ്റ് ആരംഭിച്ചു. പക്ഷേ പിൻബോൾ കൊണ്ടുവന്ന ഫൈറ്റർ ഹാമർമാന് ഒന്നുമല്ലായിരുന്നു. നിഷ്പ്രയാസം ആ ഫൈറ്ററെ ഹാമർമാൻ തോൽപ്പിച്ചു. പിൻബോൾ തടഞ്ഞില്ലായിരുന്നെങ്കിൽ ഒരുപക്ഷെ ഹാമർമാൻ ആ ഫൈറ്ററെ വകവരുത്തിയേനെ. ഫൈറ്റിലും ബെറ്റിലും പരാജയപ്പെട്ടതുകൊണ്ട് ജെയിംസിന് പിൻബോൾ പണം നൽകേണ്ടി വന്നു. ജെയിംസിനെ നേരിടാൻ പിൻബോളിന് ഭയമായിരുന്നു. ആളുകളെ ദ്രോഹിക്കുന്നതിലും കൊല്ലുന്നതിലുമെല്ലാം വിനോദം കണ്ടെത്തിയ ആളായിരുന്നു ജെയിംസ്. പിൻബോൾ തിരികെ കാറിലെത്തിയപ്പോൾ പിന്നിൽ ബോൺ ഇരിക്കുന്നുണ്ടായിരുന്നു. പെട്ടെന്ന് പിൻബോൾ ഞെട്ടിയെങ്കിലും പിന്നീട് ബോൺ പിൻബോളിനോട് സംസാരിച്ചു. ഹാമർമാനെതിരെ തനിക്ക് ഫൈറ്റ് ചെയ്യാൻ ഒരു അവസരം ഒരുക്കി തരണമെന്ന് പിൻബോളിനോട് ബോൺ ആവശ്യപ്പെട്ടു. തനിക്കൊട്ടും പരിചയമില്ലാത്ത ഒരാളെ എങ്ങനെ ബെറ്റ് കെട്ടി ഹാമർമാനെതിരെ മത്സരിപ്പിക്കും എന്ന് പിൻബോൾ തിരിച്ചു ചോദിച്ചു. പക്ഷേ ബെറ്റ് കെട്ടാനുള്ള പണം നൽകി ബോൺ പിൻബോളിനെ കൺവിൻസ് ചെയ്തു. താൻ വിജയിച്ചാൽ തനിക്ക് 20% പണം മാത്രം മതിയെന്നും ഇനി തന്റെ കൂടെ പിൻബോൾ ബെറ്റ് വെക്കുന്നുണ്ടെങ്കിൽ അത് 40% ഉയർത്തണം എന്നുമായിരുന്നു ബോണിന്റെ ആവശ്യം. പിൻബോളിനും അത് നല്ലൊരു ഡീലായിട്ട് തോന്നി. ഉടൻ തന്നെ പിൻബോൾ ബോണിനെയും കൊണ്ട് അണ്ടർഗ്രൗണ്ട് ഫൈറ്റിംഗ് അറീനയിലേക്ക് ചെന്നു. അവിടെ ജെയിംസിന്റെ ഗേൾഫ്രണ്ടായ ഏഞ്ചലയും നിൽപ്പുണ്ടായിരുന്നു. ബോൺ ഏഞ്ചലയെ നന്നായി നോക്കുന്നുണ്ടായിരുന്നു. പക്ഷേ ജെയിംസിന് അത് അത്രയ്ക്കങ്ങോട്ട് പിടിച്ചില്ല. ബോണിന് ഏഞ്ചലയിൽ ഒരു താല്പര്യമുള്ളതായി ജെയിംസ് ചിന്തിച്ചു. അതുകൊണ്ട് തന്നെ ഏഞ്ചലയെ ചേർത്ത് പിടിച്ച് ഏഞ്ചല തന്റേതാണെന്നുള്ള രീതിയിൽ ബോണിന് ജെയിംസ് ഒരു വാർണിംഗ് നൽകി. അധികം വൈകാതെ തന്നെ ബോൺസിന് ആദ്യത്തെ ഫൈറ്റിനുള്ള അവസരമൊരുങ്ങി. തന്റെ എതിരാളിയുടെ ഓരോ നീക്കങ്ങളും ബോൺസ് സൂക്ഷ്മമായി നിരീക്ഷിച്ചു. കരുത്തനായ ഒരു ഫൈറ്ററായിരുന്നു ബോൺസിന്റെ എതിരാളി. പക്ഷേ ഏവരെയും ഞെട്ടിച്ചുകൊണ്ട് 2 കിക്കിലൂടെ ബോൺസ് എതിരാളിയെ കീഴ്പ്പെടുത്തി. ബോണിന്റെ ഫൈറ്റിംഗ് എബിലിറ്റി കണ്ടതോടെ ബോണിന്റെ ഫൈറ്റ് പ്രൊമോട്ടറായി തുടരാൻ പിൻബോൾ ആഗ്രഹിച്ചു. ബോണിന് അതിലൊന്നും യാതൊരു പ്രശ്നവും ഉണ്ടായിരുന്നില്ല. എത്രയും വേഗം തനിക്ക് ഹാമർമാനെ കീഴ്പ്പെടുത്തണം എന്നതായിരുന്നു ബോണിന്റെ ലക്ഷ്യം. തിരികെ മടങ്ങുമ്പോൾ കാറിൽ വെച്ച് ബോൺ ഏഞ്ചലയെ പറ്റി പിൻബോളിനോട് ചോദിക്കുന്നു. എന്നാൽ ഏഞ്ചലയെ തൊടാൻ നിൽക്കണ്ട, അപകടമാണ് എന്നായിരുന്നു പിൻബോളിന്റെ മറുപടി. പിന്നാലെ ഏഞ്ചലയെ പറ്റി വിശദീകരിക്കുന്നു പിൻബോൾ. ഏഞ്ചല പണ്ട് മാരീഡ് ആയിരുന്നു. എന്നാൽ ഏഞ്ചലയുടെ ഭർത്താവിനെ 3 കൊലപാതക കേസിൽ കുടുക്കി ജയിലിലേക്ക് അയക്കുകയാണ് ജെയിംസ്. ജയിലിൽ വെച്ച് ഏഞ്ചലയുടെ ഭർത്താവിനെ കൊലപ്പെടുത്തുന്നു. ഏഞ്ചല ജെയിംസിന്റെ കസ്റ്റഡിയിലായിരുന്നു. ഏഞ്ചല ഗർഭിണിയാണെന്നറിഞ്ഞപ്പോൾ ഗർഭഛിദ്രം നടത്താൻ ജെയിംസ് ഏഞ്ചലയെ നിർബന്ധിച്ചു. കുറെ നാളുകൾ പിന്നീട് ഏഞ്ചലയെ പറ്റി വിവരമൊന്നും ഉണ്ടായിരുന്നില്ല. പിന്നീട് ഏഞ്ചല ജെയിംസിനൊപ്പം കാണപ്പെട്ടു തുടങ്ങി. അപ്പോഴേക്കും ഏഞ്ചല മയക്കുമരുന്നിന് അടിമപ്പെട്ടിരുന്നു. അതിനുശേഷം ഏഞ്ചലയ്ക്ക് ജെയിംസിന്റെ കയ്യിൽ നിന്ന് രക്ഷപ്പെടാനായില്ല. പിൻബോളിന്റെ പക്കൽ നിന്നും ഏഞ്ചലയെ പറ്റിയെല്ലാം ബോൺസ് മനസ്സിലാക്കി. അതേസമയം തന്റെ ബിസിനസ് പാർട്ട്ണറിനൊപ്പം ഒരു വിരുന്നിൽ ഏർപ്പെടുകയാണ് ജെയിംസ്. എന്നാൽ തന്റെ ബിസിനസ് പാർട്ട്ണർ പറഞ്ഞ ചില വാക്കുകൾ ജെയിംസിന് ഇഷ്ടമാകുന്നില്ല. ഉടൻ തന്നെ അരയിൽ നിന്ന് വാളെടുത്ത് ബിസിനസ് പാർട്ട്ണറിനെ വകവരുത്തുന്നു ജെയിംസ്. അത്രമേൽ ക്രൂരനായിരുന്നു ജെയിംസ്. ഇതേ സമയം ബോൺസിന്റെ ജീവിതത്തിലും മാറ്റങ്ങൾ ഉണ്ടാകുന്നു. ബോൺസിന്റെ അപ്പാർട്ട്മെന്റിൽ തന്നെ താമസിക്കുന്ന ഒരു വൃദ്ധനായിരുന്നു റോബർട്ടോ. ഇരുവരും തമ്മിൽ നല്ലൊരു സൗഹൃദം ഉടലെടുക്കുന്നു. ബോൺസിന് റോബർട്ടോയോട് മാത്രമായിരുന്നില്ല അടുപ്പം. ടമാര ദത്തെടുത്ത് വളർത്തുന്ന ഒരു കുട്ടി ഉണ്ടായിരുന്നു അവിടെ. ജെറാഡ് എന്നായിരുന്നു ആ കുട്ടിയുടെ പേര്.
അന്ന് രാത്രി പിൻബോൾ ബോൺസിനെ ഒരു അണ്ടർഗ്രൗണ്ട് ഫൈറ്റിംഗ് അറീനയിലേക്ക് കൊണ്ടുപോകുന്നു. അവിടെ ഫ്രോഡ് കാണിക്കുന്ന ഒരു ഫൈറ്റ് പ്രൊമോട്ടർ ഉണ്ടായിരുന്നു. അയാളെ ഒരു പാഠം പഠിപ്പിക്കണം എന്ന ഉദ്ദേശത്തിലാണ് പിൻബോൾ ബോണിനെ കൊണ്ടുപോയത്. അന്ന് നടന്ന ഫൈറ്റിംഗ് അറീനയിൽ ബോൺസ് കുറെ ഫൈറ്റർമാരെ ഫൈറ്റ് ചെയ്ത് കീഴ്പ്പെടുത്തുന്നുണ്ട്. അതിനുശേഷം അണ്ടർഗ്രൗണ്ട് ഫൈറ്റിംഗ് അറീനയിൽ ബോണിന്റെ പേരും ഉയർന്നു കേൾക്കാൻ തുടങ്ങി. പിന്നീട് അടുത്ത ദിവസങ്ങളിൽ നടന്ന ഫൈറ്റിലും എതിരാളികൾക്ക് ബൂണിനെ കീഴ്പ്പെടുത്താനായില്ല. അതിനാൽ തന്നെ ബൂണും പിൻബോളും ധാരാളം പണമുണ്ടാക്കി. കാര്യം ധാരാളം പണമുണ്ടാക്കിയെങ്കിലും ബോൺസ് തന്റെ പരിശീലനത്തിൽ ഒരിക്കലും മുടക്കം വരുത്തിയിരുന്നില്ല. കാരണം ബോൺസിന് എന്തോ ഒരു ലക്ഷ്യം ഉണ്ടായിരുന്നു. ഒരിക്കൽ പരിക്കുപറ്റി ബോൺസ് വീട്ടിലേക്ക് വരുമ്പോൾ തമാര ബോൺസിനെ കാത്തു നിൽക്കുന്നുണ്ടായിരുന്നു. ബോൺസിനോട് അടുപ്പം കാട്ടി ബോൺസിന്റെ ഇഷ്ടം പിടിച്ചു പറ്റാനും അതുപോലെ തന്നെ ബോൺസിനെ ട്രീറ്റ് ചെയ്യാനുമൊക്കെ തമാര ശ്രമിച്ചു. കൂട്ടത്തിൽ ജെറാഡിനെ പറ്റിയും തമാര സംസാരിച്ചു. ജെറാഡ് എപ്പോഴും ഒറ്റപ്പെട്ടിരിക്കുകയാണെന്നും അവനെ എങ്ങനെയെങ്കിലും സന്തോഷവാനാക്കണമെന്നും തമാര ബോണിനോട് ആവശ്യപ്പെട്ടു. അടുത്ത ദിവസം ആ ദൗത്യം ബോൺസ് ഏറ്റെടുത്തു. ജെറാഡിനെ മാർഷ്യൽ ആർട്സ് പഠിപ്പിക്കാൻ ബോൺസ് ആരംഭിച്ചു. ഇതേ സമയം ജെയിംസും ജെയിംസിന്റെ കൂട്ടാളികളും നഗരത്തിൽ അക്രമങ്ങൾ നടത്തിക്കൊണ്ടേയിരുന്നു. ഒരു ദിവസം റോഡിലൂടെ പോകുന്ന ഒരു സ്ത്രീയെ ജെയിംസിന്റെ കൂട്ടാളികളും ജെയിംസും ചേർന്ന് കൊലപ്പെടുത്തുന്നുണ്ട്. ഈ കൊലപാതകം നേരിട്ട് കാണുകയാണ് റോബർട്ടോ. അധികം വൈകാതെ ഹാമർമാനുമായി ഫൈറ്റ് ചെയ്യാൻ ബോൺസിന് അവസരം ലഭിച്ചു. എല്ലാവരും വളരെ ആവേശത്തോടെ കാണാൻ ആഗ്രഹിച്ച ഫൈറ്റ് ആയിരുന്നു അത്. എന്നാൽ എല്ലാവരെയും അതിശയപ്പെടുത്തി ഹാമർമാനെ നിഷ്പ്രയാസം ബോൺസ് കീഴ്പ്പെടുത്തുന്നു. തന്റെ കരുത്തനായ ഫൈറ്റർ ബോൺസിന് മുമ്പിൽ ആരുമല്ല എന്ന് ജെയിംസിന് മനസ്സിലായി. നാളുകൾക്ക് ശേഷം ഫൈറ്റിൽ തോറ്റതുകൊണ്ട് പിൻബോളിന് ജെയിംസ് പണം കൈമാറി. പിന്നാലെ ജെയിംസ് ബോൺസിനെയും പിൻബോളിനെയും ഡിന്നറിന് ക്ഷണിച്ചു. തന്റെ ഫൈറ്ററായി ഇന്റർനാഷണൽ ഫൈറ്റിംഗ് അറീനയിൽ ബോൺസ് പങ്കെടുക്കണമെന്ന് ജെയിംസ് ആവശ്യപ്പെട്ടു. വലിയ സമ്പന്നരായിട്ടുള്ള വ്യക്തികളുടെ ഫൈറ്റേഴ്സ് ആണ് ഈ ഇന്റർനാഷണൽ ഫൈറ്റിംഗ് അറീനയിൽ പങ്കെടുക്കുന്നത്. പ്രധാനമായും ആയുധ കച്ചവടക്കാരനായ ഫ്രാങ്ക്ലിൻ മക്കയാണ് ഇതിന് നേതൃത്വം നൽകുന്നത്. മക്കയുടെ ഇന്റർനാഷണൽ അണ്ടർഗ്രൗണ്ട് ഫൈറ്റിംഗ് ചാമ്പ്യനായ പ്രിറ്റി ബോയ് പ്രൈസിനെതിരെ ബൂണിനെ മത്സരിപ്പിക്കാനാണ് ജെയിംസ് പദ്ധതിയിട്ടത്. ജെയിംസ് ഈ കാര്യങ്ങൾ ബോൺസിന് മുമ്പിൽ അവതരിപ്പിച്ചു. എന്നാൽ താൻ ആലോചിച്ചിട്ട് മറുപടി നൽകാമെന്ന് ബോൺസ് പറഞ്ഞു. അതിനുശേഷം ഏഞ്ചലയോട് ബൂണിനെ വശീകരിച്ച് ഫൈറ്റിന് വേണ്ടി സമ്മതിപ്പിക്കാൻ ജെയിംസ് നിർബന്ധിക്കുന്നു. അങ്ങനെ ഏഞ്ചലയും ബോൺസും ഒരു മുറിയിൽ തനിച്ചായി. ബോൺസിനെ വശീകരിക്കുക എന്നതായിരുന്നു ഏഞ്ചലയുടെ ലക്ഷ്യം. എന്നാൽ ഏഞ്ചലെ ഒന്ന് തനിച്ച് കിട്ടാനാണ് താൻ ഇത്രയും നാൾ കാത്തിരുന്നതെന്ന് ബോൺസ് പറയുന്നു. ജയിലിൽ കഴിയുന്ന സമയത്ത് എന്റെ ഉറ്റ സുഹൃത്തായിരുന്നു നിങ്ങളുടെ ഭർത്താവ് ഡാനി. ഡാനിക്ക് സംഭവിച്ചതൊക്കെ എനിക്കറിയാം. ജെയിംസിന്റെ ഓർഡറിനാൽ ജെസി എന്നു പേരുള്ള ഒരു കുറ്റവാളി ഡാനിയെ വകവരുത്തി. മരണക്കിടക്കയിൽ ഡാനി എന്നോട് ആവശ്യപ്പെട്ടത് നിങ്ങളെ സുരക്ഷിതമായി നോക്കണമെന്നായിരുന്നു. ഡാനിയുടെ മരണത്തോടെ ഞാനത് ഉറപ്പിച്ചിരുന്നു. എല്ലാം കേട്ടതിന് ശേഷം ഏഞ്ചല പറയാൻ തുടങ്ങി. ഡാനി ജയിലിൽ പോയതിനു ശേഷം താൻ ഒരു കുട്ടിക്ക് ജന്മം നൽകി. എന്നാൽ ആ കുട്ടി ഇപ്പോൾ എവിടെയാണെന്നോ എന്ത് ചെയ്യുന്നെന്നോ തനിക്കറിയില്ല. അവൻ ജീവിച്ചിരിപ്പുണ്ടോ എന്ന് പോലും തനിക്കറിയില്ല. ബോൺസ് പറഞ്ഞു, നിങ്ങളുടെ മകൻ സുരക്ഷിതനായി തന്നെ ഉണ്ട്. എന്നാൽ മകനെ കാണണമെങ്കിൽ മയക്കുമരുന്നിൽ നിന്ന് പുറത്തു വരണമെന്ന് ബോൺസ് ആവശ്യപ്പെട്ടു. അതിനുവേണ്ടി ശ്രമിക്കണം. അതിനുള്ള അവസരം ഞാൻ ഒരുക്കി തരാം. അത് കേട്ടതോടെ ഏഞ്ചല ഉന്മേഷവതിയായി. ഏഞ്ചലയ്ക്കൊപ്പം പദ്ധതികൾ ആസൂത്രണം ചെയ്ത് ജെയിംസിന്റെ മുന്നിലേക്ക് എത്തുകയാണ് ബോൺ. ജെയിംസിന്റെ ഓഫർ താൻ സ്വീകരിക്കാം എന്ന് ബോൺ പറഞ്ഞു. എന്നാൽ ഒരു കണ്ടീഷൻ അനുസരിച്ച് മാത്രമേ അത് സാധിക്കുകയുള്ളൂ. ഏഞ്ചലയെ താൻ കൂടെ കൊണ്ടുപോകും എന്നായിരുന്നു അത്. ജെയിംസ് അതിന് സമ്മതിച്ചു. ഏഞ്ചലയുമായി ബോൺ പോയത് ഒരു റീഹാബിലിറ്റേഷൻ സെന്ററിലാണ്. വേണ്ട സൗകര്യങ്ങൾ ബോൺ അവിടെ ഏഞ്ചലയ്ക്കായി ഒരുക്കി കൊടുത്തു. എന്നാൽ മറുവശത്ത് ജെയിംസ് ഫ്രാങ്ക്ലിൻ മക്കയെ കാണാൻ പോയി. ഫൈറ്റിനെ പറ്റിയുള്ള കാര്യങ്ങൾ സംസാരിച്ചുറപ്പിച്ച ശേഷം ബെറ്റിംഗ് എമൗണ്ടായ $5 മില്യൺ വെക്കാൻ ഒരുങ്ങുകയാണ് ജെയിംസ്. അന്ന് രാത്രിയിലാണ് മറ്റൊരു സംഭവം ബോൺസ് അറിയുന്നത്. തന്റെ അപ്പാർട്ട്മെന്റ് ബിൽഡിംഗിന്റെ മുമ്പിൽ വെച്ച് റോബർട്ടോ കൊല്ലപ്പെട്ടു. റോബർട്ടോയെ വകവരുത്തിയത് ജെയിംസിന്റെ ആളുകളാണ് എന്ന് ബോൺസ് മനസ്സിലാക്കിയിരുന്നു. റോബർട്ടോ അവരുടെ ഒരു കുറ്റകൃത്യത്തിന് ദൃക്സാക്ഷിയായിരുന്നല്ലോ. അതുകൊണ്ട് അവർ റോബർട്ടോയെ വകവരുത്തിയതായിരുന്നു. റോബർട്ടോയുടെ മരണവാർത്ത അറിഞ്ഞ ടമാരയ്ക്ക് അത് സഹിക്കാനായില്ല. വിഷമത്തിലായ ടമാരയെ ബോൺസ് ആശ്വസിപ്പിക്കുന്നു. റോബർട്ടോയുടെ മരണത്തിന് പിന്നിൽ ജെയിംസ് ആണെന്നറിഞ്ഞതോടെ ഫൈറ്റിൽ നിന്ന് പിന്മാറാൻ ബോൺസ് തീരുമാനിക്കുന്നു. അത് ജെയിംസിന് ദേഷ്യമുണ്ടാക്കി. പിൻബോളിനെയും ജെയിംസിനെയും വകവരുത്താൻ തന്റെ ആളുകളെ ജെയിംസ് പറഞ്ഞയച്ചു. ജെയിംസിന്റെ കൂട്ടാളി ഹാമർമാൻ അടക്കം പിൻബോളിനടുത്തെത്തി. താൻ അപമാനിക്കപ്പെട്ടതിന് പ്രതികാരം ചെയ്യാൻ കൂടി വേണ്ടിയാണ് ഹാമർമാൻ എത്തിയത്. ഹാമർമാൻ പിൻബോളിനെ വളരെയധികം മർദ്ദിച്ചു. ഭാഗ്യവശാൽ പിൻബോളിനെ രക്ഷിക്കാൻ അവിടേക്ക് ബോൺസ് എത്തി. അവിടെ ഒരു മികച്ച ഫൈറ്റ് തന്നെ അരങ്ങേറി. പിൻബോളിനെ ബോൺസ് രക്ഷപ്പെടുത്തി. ഇതേ സമയം ഏഞ്ചലയെ പിടിച്ചോണ്ട് വരാൻ തന്റെ ആളുകളെ ജെയിംസ് ഡി അഡിക്ഷൻ സെന്ററിലേക്ക് അയച്ചിരുന്നു. എന്നാൽ ഏഞ്ചലയെ തിരയുന്ന അവർക്ക് മുന്നിലെത്തിയത് ബോൺസ് ആയിരുന്നു. അവിടെ വീണ്ടും ഒരു ഫൈറ്റ് അരങ്ങേറി. ജെയിംസിന്റെ ആളുകളെ ബോൺസ് നിഷ്പ്രയാസം കീഴ്പ്പെടുത്തി. എതിരാളികളെ കീഴ്പ്പെടുത്തിയ ശേഷം ബോൺസിനെ ഒരു ഫോൺ കോൾ തേടിയെത്തി. ജെയിംസ് ആയിരുന്നു അത്.
എല്ലാത്തിനും ഒരു വിലപേശലിന് വേണ്ടിയാണ് ജെയിംസ് ബോൺസിനെ വിളിച്ചത്. എല്ലാം അവസാനിപ്പിക്കാൻ ജെയിംസിനെ നേരിട്ട് വന്ന് കാണാൻ ബോൺസിനോട് ജെയിംസ് ആവശ്യപ്പെട്ടു. എന്നിട്ട് ജെയിംസിന്റെ GPS ലൊക്കേഷൻ ജെയിംസ് ബോൺസിന് അയച്ചു കൊടുത്തു. ജെയിംസിനെ പിന്തുടർന്ന് ബോൺസ് എത്തിയത് ഫൈറ്റ് നടക്കാനിരുന്ന ഫ്രാങ്ക്ലിൻ മക്ബേയുടെ സ്ഥലത്തേക്കായിരുന്നു. അവിടെ എത്തിയതും ബോൺസ് ജെയിംസിനെ നേരിട്ട് കണ്ടു. ജെയിംസ് പറഞ്ഞു, ഇപ്പോൾ ഇവിടെ വെച്ച് ഒരു ഫൈറ്റ് നടക്കും. ആ ഫൈറ്റിൽ നീ വിജയിച്ച് എന്റെ പണം തിരികെ നൽകണം. ഇല്ലെങ്കിൽ നിനക്ക് അടുപ്പമുള്ള എല്ലാവരെയും ഞാൻ കൊലപ്പെടുത്തും. ഫൈറ്റിന് മുമ്പ് ബോൺസ് ജെയിംസിനോട് പറഞ്ഞു, ഞാൻ ഡാനിയുടെ സുഹൃത്താണ്. ഞാൻ ഇങ്ങോട്ടേക്ക് വന്നത് നിന്നോട് പ്രതികാരം ചെയ്യാൻ വേണ്ടിയാണ്. നിന്റെ കയ്യിൽ നിന്ന് ഞാൻ ഏഞ്ചലെയും മകനെയും രക്ഷിച്ചിരിക്കും. അത് കേട്ടതും ജെയിംസിന് വലിയ ദേഷ്യം വന്നു. ഡാനിയെ താൻ കുടുക്കിയതും ഏഞ്ചലയോടും ഡാനിയോടുമെല്ലാം താൻ ചെയ്തതുമെല്ലാം വലിയ കാര്യത്തിൽ ജെയിംസ് പറഞ്ഞു. എന്നാൽ ജെയിംസ് അറിയാതെ ഇതെല്ലാം ബോൺസ് തന്റെ സാറ്റലൈറ്റ് ഫോണിൽ റെക്കോർഡ് ചെയ്യുന്നുണ്ടായിരുന്നു. ഉടനടി അതെല്ലാം പിൻബോളിന് അയച്ചു കൊടുക്കുകയും ചെയ്തു. പിൻബോൾ അപ്പോൾ തന്നെ ആ വീഡിയോ ക്ലിപ്സ് എല്ലാം പോലീസിന് കൈമാറി. വൈകാതെ ഫൈറ്റർ പ്രൈസ് അങ്ങോട്ടേക്ക് വന്നു ചേർന്നു. ജെയിംസിന്റെ ഭീഷണി കാരണം എന്തായാലും ഫൈറ്റിനിറങ്ങാൻ ബോൺസ് തീരുമാനിച്ചു. വൈകാതെ അവർ തമ്മിലുള്ള കനത്ത പോരാട്ടം ആരംഭിക്കുകയാണ്. ഒരു ഘട്ടത്തിൽ തന്റെ മികച്ച ലോക്കിംഗ് ടെക്നിക്ക് കൊണ്ട് പ്രൈസിനെ അനങ്ങാൻ പറ്റാത്ത രീതിയിൽ ബോൺസ് ആക്കി തീർത്തു. ബോൺസ് വിജയിക്കുന്ന ഘട്ടത്തിൽ എത്തിയിരുന്നു. പക്ഷെ പെട്ടെന്ന് ബോൺസ് മാച്ചിൽ നിന്നും പിന്മാറി. പ്രൈസിന് മുമ്പിൽ ബോൺസ് സ്വയം പരാജയപ്പെട്ടു കൊടുത്തു. അങ്ങനെ വിജയിക്കേണ്ട ഒരു ഫൈറ്റ് ബോൺസ് തോറ്റുകൊടുത്തതിൽ ജെയിംസിന് അതിയായ ദേഷ്യമുണ്ടായി. തന്റെ കറ്റാന എടുത്ത് ബോൺസിനെ വകവരുത്താൻ ജെയിംസ് തീരുമാനിച്ചു. ജെയിംസിന്റെ ആക്രമണത്തിൽ നിന്നും പ്രതിരോധിച്ചു നിൽക്കാൻ ബോൺസ് ശ്രമിക്കുന്നു. അത് കണ്ട മക്ബേയാകട്ടെ ഒരു ഇരുതല മൂർച്ചയുള്ള വാളെടുത്ത് ബോൺസിന് നൽകുന്നു. ഏത് ഫൈറ്റ് നടന്നാലും അത് നീതിപൂർവമായിരിക്കണമെന്ന് മക്ബേ പറയുന്നു. എന്നാൽ ബോൺസ് വാളെടുത്തില്ല. വാളിന്റെ കവർ ഉപയോഗിച്ച് ജെയിംസിനെതിരെ പൊരുതി. തൊട്ടുപുറകെ അങ്ങോട്ടേക്ക് പോലീസ് എത്തി. ബോൺസ് അടക്കം മറ്റുള്ളവർ അവിടെ നിന്ന് രക്ഷപ്പെട്ടു. ജെയിംസിന് അവിടെ നിന്ന് രക്ഷപ്പെടാനായില്ല. ജെയിംസിനെ എല്ലാ തെളിവുകളുടെയും അടിസ്ഥാനത്തിൽ പോലീസ് അറസ്റ്റ് ചെയ്തു. അടുത്ത ദിവസം ഏഞ്ചല ടമാരയുടെ വീട്ടിലേക്ക് എത്തി. മയക്കുമരുന്നിൽ നിന്നും മുക്തി നേടിയിരുന്നു അവർ. അവിടെ ഏഞ്ചലയെ കാത്ത് ജെറാഡ് ഉണ്ടായിരുന്നു. ജെറാഡ് ആയിരുന്നു ഏഞ്ചലയുടെ യഥാർത്ഥ മകൻ. അമ്മയും മകനും അവിടെ വെച്ച് കണ്ടുമുട്ടി. ബോൺസ് അതിനുള്ള അവസരമൊരുക്കി. ജെയിംസിനെ ഭയന്നിരുന്ന ടമാര മുമ്പ് ബോൺസിനോട് അപ്പാർട്ട്മെന്റ് വിടണമെന്ന് ആവശ്യപ്പെട്ടിരുന്നു. എന്നാൽ ഇപ്പോൾ ഇവിടെ തുടരണമെന്നും ആവശ്യപ്പെടുന്നു. എന്നാൽ അത് വേണ്ട എന്ന് ബോൺസ് പറയുന്നു. താൻ ഇവിടെ തുടർന്നാൽ അത് നിങ്ങൾക്ക് അപകടമാണെന്ന് ബോൺസ് പറഞ്ഞു. വളരെ വേദനയോടെ ടമാര ബോൺസ് പോകുന്നത് നോക്കി നിന്നു. തന്റെ മകനെ തന്നിലേക്ക് തിരിച്ചേൽപ്പിച്ച ബോൺസിന് നന്ദി പറയുന്നു ഏഞ്ചല. ബോൺസിനെ ഫൈറ്റിംഗ് അറീനയിലേക്ക് വീണ്ടും ക്ഷണിക്കുകയാണ് പിൻബോൾ. എന്നാൽ താൻ ഇനി ഫൈറ്റിംഗ് അറീനയിലേക്കില്ല എന്ന് ബോൺസ് പറയുന്നു. അവിടെ നിന്ന് തന്റെ പുതിയ ലക്ഷ്യങ്ങളിലേക്ക് നടന്നു നീങ്ങുകയാണ് ബോൺസ്. ഇവിടെയാണ് ചലച്ചിത്രം അവസാനിക്കുന്നത്.